പ്രാങ്ക് വീഡിയോകൾ, പ്രഗ്നന്റ് ആണെന്ന്, തമാശ വീഡിയോകൾ, ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോകളാണ് പ്രാങ്ക് വീഡിയോകൾ. വീഡിയോ കാണുന്ന ആൾക്ക് ആകാംക്ഷ ഉണ്ടാക്കും ഇത്തരം വീഡിയോകൾ. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ മുഴുവനായിട്ടും ആളുകൾ കാണും. അതാണ് ഇത്തരം വീഡിയോകളുടെ പ്രത്യേകത. അത് വളരെ രസകരമായി ചെയ്യുന്നവരുമുണ്ട്. ആരെയാണോ പ്രാങ്ക് ചെയ്യുന്നത് ആ വ്യക്തിയുടെ മുഖത്ത് അവസാനം സന്തോഷം വരികയാണെങ്കിൽ അത്തരം വീഡിയോ കാണാൻ നല്ല രസമായിരിക്കും. എന്നാൽ പ്രാങ്ക് വീഡിയോകൾ തമാശയുടെ അതിരുവരമ്പുകൾ വിട്ട് സമൂഹത്തിന് ഒരു സന്ദേശവും നൽകാത്ത വളരെ വൾഗറായ വീഡിയോകളും ചിലപ്പോൾ കാണാൻ പറ്റും. അത്തരത്തിൽ ഒരു വീഡിയോ ആണ്. അതെ, ഒരു കാര്യം പറയാണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ എന്തോ ചെറുതായിട്ട് തലചുറ്റലും വോമിറ്റിംഗ് ഒക്കെ പോലെ. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി പുറത്തുപോയി അമ്മേനെ ഫോൺ വിളിക്കുകയാണ്. അമ്മേ, എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായി. കൂട്ടുകാരോടൊപ്പം ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, ചെക്കപ്പെല്ലാം കഴിഞ്ഞു. ഡോക്ടറെ കാണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങേ തലക്കെ അമ്മ വെപ്രാളം പിടിച്ചു നിൽക്കുന്നുണ്ടാവും. അടുത്തത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മകൾക്ക് എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സാധാരണ ഇടത്തരം കുടുംബത്തിലാണെങ്കിൽ മകൾ മുഴുവൻ പറയുന്നതിന് മുമ്പേ നിഷ്കളങ്കമായ അമ്മ അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് നേർച്ച നേർന്നിട്ടുണ്ടാവും, എൻ്റെ മകൾക്ക് ഒന്നും സംഭവിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് മകൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ, പ്രഗ്നന്റ് ആണെന്ന്. അപ്പോ അതില് പറയാ പ്രഗ്നന്റ് ആണെന്ന്. ആ അമ്മയുടെ സ്ഥിതി എന്താകും? വിവാഹം പോലും കഴിക്കാത്ത സ്വന്തം മകൾ ഗർഭിണിയാണെന്ന് അറിയുന്ന ഒരു മാതാവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇതിന് പ്രാങ്ക് എന്നല്ല പറയുക, പിരാന്ത്, മെൻ്റൽ. എങ്ങനെയാണ് വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിക്ക് തമാശക്കാണെങ്കിൽ പോലും ഞാൻ ഗർഭിണിയാണ് എന്ന് പറയാൻ തോന്നുക? വിവാഹം കഴിഞ്ഞതിന് ശേഷം ഗർഭിണിയാകൽ, പ്രസവം, അമ്മയാകൽ, ഇത്തരം പ്രത്യേക അവസ്ഥകൾ ദൈവാനുഗ്രഹം പോലെ കാണുന്നവരാണ് മിക്ക സ്ത്രീകളും. ഇനി അമ്മയിലേക്ക് മടങ്ങി വരാം. വിവാഹം കഴിക്കാത്ത സ്വന്തം മകൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് പറ്റിച്ചാൽ തന്നെ, അതും മാറ്റി പറഞ്ഞാൽ ഇത് പ്രാങ്ക് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ആ അമ്മക്ക് ചിരിക്കാൻ കഴിയുമോ? ഇത്തരം പ്രാങ്ക് ചെയ്യുന്നവരും അതിന് കൂട്ടുനിൽക്കുന്നവരും ഈ സമൂഹത്തിന് ഒരു സന്ദേശവും നൽകുന്നില്ല.